ലോക്സഭയിൽ പ്രക്ഷുബ്ധമാണ് സാഹചര്യങ്ങൾ. ലഡാക്കിൽ ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറി എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലാണ് പ്രക്ഷുബ്ധമാകുന്നത് ലോക്സഭ. മുൻ സൈനിക മേധാവി എം നരവനെയുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അല്പം പരാമർശം നടത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്കെതിരെയും രാഹുൽ പരാമർശങ്ങൾ നടത്തി. ഇപ്പോഴും സഭയിൽ പ്രക്ഷുബ്ധ അന്തരീക്ഷം തുടരുകയാണ്. आपके मेंबर ऑफ पार्लियामेंट, डिफेंस मिनिस्टर, होम मिनिस्टर, प्राइम मिनिस्टर, नो प्राइम मिनिस्टर साहब बोलने तो दीजिए सर। कोई नहीं बोल रहा है। प्राइम मिनिस्टर हमारी पार्टी पर, हमारी पार्टी के कैरेक्टर पर, हमारे नेशनलिज्म पर, हम सब ओपोजिशन के नेशनलिज्म पर सवाल उठाते हैं। इस आर्टिकल में प्राइम मिनिस्टर और राजनाथ सिंह के कैरेक्टर के बारे में जनरल नारावाने ने लिखा है। मैंने आपको मना व्यवस्था दे दी इस विषय और मैं सिर्फ वो कह रहा हूं, व्यवस्था दे दी इस विषय पर। नो आई एम गोइंग टू से उस पे व्यवस्था दे दी मैंने, उसमें व्यवस्था दे दी मैंने। अब आगे चले। अब बोलने तो दीजिए। अब मुझे बोलने दीजिए कि नारावाने जी ने बोलने का आपका माइक चालू है। अब मुझे लेकिन अब मुझे ये बात ना चाइना के बारे में है, ये बात प्रधानमंत्री नो और आप अब मैं इसका भी नियम बता दूं। 1 मिनट वो माननीय सदस्य प्लीज। नो मैं नियम बता दूं, रूल्स। 1 मिनट आप सुनिए प्लीज। नो नियम प्रक्रिया 353 के अंदर जो आप सबने पढ़ रखा है, किसी भी व्यक्ति के विरुद्ध या माननीय मंत्री के विरुद्ध आप कोई आरोप लगा रहे हैं तो उसके लगाने के पहले आपको लिखित में देना पड़ेगा। नो आपको रूल्स का पालन करना पड़ेगा। अगर सदन में बोलना है तो आपको सदन में बोलना है तो नियम प्रक्रियाओं का पालन करना पड़ेगा। अगर आप सदन में नियम प्रक्रियाओं से नहीं बोलना चाहते तो इजाजत नहीं मिलेगी। मैं अगले वक्ता को बुलाऊंगा। नियम प्रक्रियाओं से बोलेंगे, ऐसे नहीं बोल सकते आप। अगर आप नहीं बोलना चाहते सदन में तो सदन तो नियम प्रक्रियाओं से चलेगा। बार बार आसन की अवमानना से नहीं चलेगा। आप अगर नहीं बोलना चाहते तो मैं अगले वक्ता के रूप में अखिलेश यादव जी को बुलाऊंगा। स्पीकर सर, नहीं मैं एक मिनट रुकिए ना। इसमें सर प्रधानमंत्री का कैरेक्टर राजनाथ सिंह हो रहा है। अखिलेश यादव जी बोलिए आप। ശബ്ദായമാനമായ രംഗങ്ങളാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിലാണ് ചൈന ഭൂമി കയ്യേറി എന്നടക്കമുള്ള വിവാദമായ പരാമർശങ്ങളുണ്ടായത്. ആ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. നിലപാടിൽ പക്ഷേ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നു. പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്ന് രാജ്നാഥ് സിംഗ് ചോദിക്കുന്നു. സ്പീക്കർ രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചു. റൂളിംഗ് അംഗീകരിക്കുന്നില്ല. ഞാൻ എന്ത് പറയണമെന്ന് താങ്കൾ പറയുമെന്ന് രാഹുൽ സ്പീക്കറോട് പറയുന്നുണ്ടായിരുന്നു. ചൈനയുടെ ടാങ്കുകൾ ഇന്ത്യയുടെ കൈവശമുള്ള പർവ്വത നിരകൾ ലക്ഷ്യമിട്ട് വന്നു എന്നടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ. ചൈന ഇന്ത്യ പ്രശ്നം ഉന്നയിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. പി ബസ്ത വിവരങ്ങളുമായി ബസ്ത, ഇതുവരെ സഭയിൽ സംഭവിച്ചതിലേക്ക്. മുൻ സൈനിക മേധാവി എം നരവനെയുടെ പുസ്തകവും തുല്യമുള്ള ബഹളമാണ് ഇപ്പോൾ സഭയിൽ വരുന്നത്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ സംസാരിക്കാൻ രാഹുൽ ഗാന്ധി എണീറ്റപ്പോൾ ഈ പുസ്തകവുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. പുസ്തകത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പുസ്തകം അതിന്റെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ച കാരവൻ മാഗസിനിൽ വന്ന ഭാഗമാണ് രാഹുൽ ഗാന്ധി വായിച്ചത്. അതിൽ പ്രധാനമായും കൈലാസ് പർവ്വത നിരകൾ ഇന്ത്യൻ സൈന്യം ഒരു രാത്രി കൊണ്ട് കൈയടക്കിയിരുന്നു.
അവിടെ നിന്ന് ഇന്ത്യയെ തുരത്താൻ വേണ്ടി ചൈനീസ് പട്ടാളം ടാങ്കുകളടക്കം മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ളത് അറിയാൻ രാഷ്ട്രീയ നേതൃത്വത്തെ അന്ന് സമീപിച്ചിരുന്നു എന്ന് നരവനെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്ന് പ്രതിരോധ മന്ത്രിയെ രാത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല, മറുപടി നൽകിയിരുന്നില്ല. പ്രധാനമന്ത്രിയെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി ഒന്നും ലഭിച്ചില്ല എന്നാണ് അന്ന് നരവനെ പറയുന്നത്. ഏതായാലും അന്ന് വന്ന വാർത്തകൾ, ലഡാക്ക് സംഘർഷം നടക്കുന്ന സമയത്ത് വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ കൈലാസ് പർവ്വത നിരകൾ ഇന്ത്യ കൈയടക്കി വെച്ച ശേഷം, അതും തന്ത്രപ്രധാനമായ കൈലാസ് പർവ്വത നിരകളിൽ നിന്നും ഇന്ത്യൻ സേന ഒഴിഞ്ഞു പോയി എന്നുള്ള വിവരം, വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. അത് എന്തിനു വേണ്ടി എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമാക്കാൻ കരസേനയോ ആരും തയ്യാറായിരുന്നില്ല എന്നാണ് അന്ന് വന്ന വാർത്തകൾ. ഇന്ന് ആ വിഷയമാണ് ഉന്നയിക്കുന്നത്. നരവനെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംസാരിക്കാൻ പാടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിഷയം. പക്ഷേ ഇതിനെതിരെ രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വാചകങ്ങൾ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം, ആരോപണം ഉന്നയിക്കുക എന്നാണ് പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സ്പീക്കർ ഈ പുസ്തകം ഉന്നയിക്കരുത് എന്നുള്ള റൂളിംഗ് നൽകിയിട്ട് പോലും. ഇപ്പോൾ സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്നു. अध्यक्ष के रूलिंग को न मानने का नियम भी इसका भंग करे माननीय विपक्ष के नेता। ये 389 को भी तोड़ रहे हैं। हम सदन किस तरह से चलाना चाहते हैं? दादी वाली सदन की कार्रवाई आज 3 बजे तक के लिए स्थगित की जाती है. സഭ ശബ്ദായമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുകയായിരുന്നു. സഭ നിർത്തിവെച്ചു. സഭാ നടപടികൾ ബഹളത്തിൽ മുങ്ങിപ്പോവുകയാണ്. ലോക്സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് സഭയിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചത്. രാഹുൽ ചോദിക്കുന്നത്, ചൈനയെപ്പറ്റി സംസാരിക്കുന്നതിൽ എന്താണ് തടസ്സം, എന്താണ് രാഹുലിന്റെ ചോദ്യം? എം നരവനയുടെ പുസ്തകത്തിൽ ചൈനയുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു. പ്രസിദ്ധീകരിക്കാൻ പക്ഷേ അനുവദിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ചൈനയുടെ ടാങ്കുകൾ ഇന്ത്യയുടെ കൈവശമുള്ള കൈലാസ് പർവ്വത നിരകൾ ലക്ഷ്യമിട്ട് വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ചൈന ഇന്ത്യ പ്രശ്നം ഉന്നയിക്കുന്നതിൽ എന്താണ് തടസ്സമുള്ളത് എന്ന് കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുകയായിരുന്നു. അതേസമയം തന്നെ രാഹുലിൻ്റെ പ്രസംഗത്തിന് എതിരെ ഭരണപക്ഷം രംഗത്ത് വരികയായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ സഭയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പി ബസ്നൂർ എന്നുണ്ട്. ബസ്ന, ഇപ്പോൾ സഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. 3 മണിവരെ ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി സഭാ ചട്ടങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള ആരോപണമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ നടപടി എടുക്കണമെന്ന ആവശ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. എന്തായാലും BJP അംഗങ്ങളും പ്രതിഷേധവുമായി എണീക്കുന്നു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമായി വരുന്നു. അതോടെ വലിയ ബഹളത്തിലേക്ക് സഭ കൂട്ടുകിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ സഭ 3 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണം. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാക്കാൻ പോകുന്നതായിരിക്കും നരവനയുടെ ഈ ഓർമ്മക്കുറിപ്പുകൾ. കാര്യത്തിൽ യാതൊരു വിഷയമില്ല. ഇന്ത്യ തന്ത്രപ്രധാനമായ കൈലാസ് പർവ്വത നിരകൾ കൈയടക്കി വെച്ച ശേഷം ഇന്ത്യ അവിടുന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നരവനെയും ഉന്നയിക്കുന്നത്. അന്ന് ഒരുപക്ഷെ പ്രതിരോധ വിദഗ്ധരെല്ലാവരും തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു അത്. എങ്ങനെയാണ് കൈലാസ് പർവ്വത നിരകളിൽ നിന്നും ഇന്ത്യ മാറിപ്പോവുക എന്നുള്ളത്. ആ പർവ്വത നിരകൾ കൈവശമുണ്ടായിരുന്നെങ്കിൽ ചൈനയുടെ എല്ലാ നീക്കങ്ങളും, പാങ്കോങ് നദിക്കരയ്ക്ക് അപ്പുറമുള്ള ചൈനയുടെ എല്ലാ നീക്കങ്ങളും ഓഫീസ് കാണാനും അതിനനുസരിച്ച് കഴിയുമായിരുന്നതാണ് അന്ന് പുറത്തു വന്നത്. ഇന്ന് വികസന മേധാവി പറയുന്നത് എന്തുകൊണ്ട് അന്ന് രാഷ്ട്രീയ നേതൃത്വം നൽകാൻ, അല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കണം, എന്ത് തിരിച്ചടി നൽകണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർദ്ദേശം കൃത്യമായ തയ്യാറായില്ല എന്നുള്ളതാണ് വലിയ പ്രസക്തമായ ചോദ്യം. അത് നരവനെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. വരും ദിവസങ്ങളിൽ ഭരണപക്ഷം പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പോകുന്ന വലിയ വിഷയമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നുള്ള മറുപടി നൽകാൻ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസും പ്രധാനമന്ത്രിയുടെ ഓഫീസും തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ നിന്നും, അതായത് ലഡാക്കിലെ ലഫ്റ്റനന്റ് ജനറൽ തന്നെ വിളിച്ച് വിവരം പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രതിരോധ മന്ത്രാലയത്തെ ബന്ധപ്പെടുന്നു. ഇതെങ്ങനെ നേരിടുമെന്നുള്ളത്. ടാങ്ക് അടക്കമുള്ള
സൈന്യമാണ് ചൈനയുടെ ഇന്ത്യൻ അതിർത്തിയിലുള്ള കൈലാസ് പർവ്വത നിരകൾ നമ്മുടെ കൈവശമുള്ളതിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ട് ആ ഒരു നടപടിക്ക് ഒരു തിരിച്ചടിക്കുള്ള ഒരു അനുമതി നൽകിയില്ല എന്നുള്ളതാണ് നരവനെയുടെ ചോദ്യം. ആ ചോദ്യമാണ് രാഹുൽ ഇന്ന് ഉന്നയിക്കുന്നത്. കാരവൻ മാഗസിനിൽ വന്നതുകൊണ്ട് മാത്രം അത് ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കറുടെ നിലപാട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ വായിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും പറയുന്നത്. ശരി, പി ബസ്സാണ് വിവരങ്ങൾ നൽകിയത്. അഖിലേന്ത്യൻ ഭൂമി ചൈന കയ്യേറി എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ പ്രക്ഷുബ്ധമാണ് ലോക്സഭ. മുൻ സൈനിക മേധാവിയായിരുന്ന എം നരവനെ അദ്ദേഹത്തിന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ സഭയെ ഇടക്കിമറിക്കുന്ന പ്രസംഗം സഭയിൽ നടത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്കെതിരെയും രാഹുൽ ഈ പ്രസംഗത്തിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ എങ്ങനെ സത്യമാകും എന്ന് സർക്കാർ ഭാഗമായി അമിത്ഷാ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കേന്ദ്രം അനുവദിച്ചില്ല എന്ന് രാഹുൽ മറുപടി പറഞ്ഞു. ഇപ്പോൾ ലോക്സഭാ നടപടികൾ ബഹളത്തിന് ഇടയിൽ നിർത്തിവച്ചിരിക്കുകയാണ്. പി ബസ്സാണ് വിവരങ്ങൾ നൽകിയത്.